ഇടുക്കി പെരിയ കനാലിൽ നിന്നും വൻ മരങ്ങൾ മുറിച്ചു കടത്തി. PPK എസ്റ്റേറ്റിനോട് ചേർന്നുള്ള CHR-ൽ ഉൾപ്പെട്ട തോട്ടഭൂമിയിൽ നിന്നാണ് മരങ്ങൾ കടത്തിയത്. മരം കൊള്ളയ്ക്ക് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്ന് ഗ്രീൻ കെയർ കേരള ആരോപിച്ചു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. ഇടുക്കി ചിന്നക്കനാൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട പെരിയ കനാലിൽ നിന്നുമാണ് ഏലത്തോട്ട ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചു കടത്തിയത്. വൻമരങ്ങൾ മുറിച്ച് ഇവിടെ നിന്നും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ട ഭാവമില്ല. മുറിച്ച മരങ്ങൾ പെരുമ്പാവൂരിലുള്ള തടിമില്ലിലേക്ക് കടത്തിയതായാണ് വിവരം. അതേസമയം ഏലത്തോട്ട ഭൂമിയിലെ മരം മുറിക്ക് പിന്നിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണെന്നും ദേവികുളം റേഞ്ച് ഓഫീസറും ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറും അറിഞ്ഞുകൊണ്ടാണ് മരം മുറിച്ച് കടത്തിയതെന്ന് ആരോപിച്ച പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്തെത്തി. ഇതിന് ബോഡിമെട്ട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം പങ്കുണ്ട്. അവർ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഇവിടെ മാത്രമല്ല, ഈ മേഖല ചിന്നക്കനാൽ മുതൽ എവിടെ നോക്കിയാലും ഇതുപോലെ വലിയ മരം കൊള്ളയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഫോറസ്റ്റ് വിജിലൻസിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി K. ബുൾബേന്ദ്രൻ പരാതി നൽകി. പരിസ്ഥിതിക്ക് പ്രതികൂലമായി ബാധിക്കുന്ന യൂക്കാലിപ്സ് മരങ്ങൾ പോലും ചിന്നക്കനാലിൽ മുറിക്കുന്നതിന് വനം വകുപ്പ് അനുമതി നൽകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് തോട്ടഭൂമിയിലെ മരങ്ങൾ മുറിച്ചു കടത്തിയത്. കർഷകർ നട്ടുവളർത്തുന്ന മരം മുറിക്കാൻ പോലും അനുമതി നിഷേധിക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിൽ തോട്ടഭൂമിയിൽ നിന്നും വൻമരങ്ങൾ മുറിച്ചു കടത്തുന്നത്. അതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.